കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെൻറ്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. ശരിയാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. നമസ്കാരം. പുതുയുഗ വികസിത കേരളത്തിനായുള്ള പദ്ധതികളും പരിപാടികളും ഉൾപ്പെടുന്ന സാമ്പത്തിക രേഖ എന്നാണ് കന്നി ബജറ്റിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശേഷിപ്പിച്ചത്. സർവതല സ്പർശി എന്ന ഭരണപക്ഷത്തിന്റെ അവകാശവാദത്തെ പ്രതിപക്ഷം നേരിട്ടത് ബാധ്യതകളെ പെരുപ്പിച്ചു കാണിക്കുന്നു എന്ന വിമർശനം കൊണ്ടു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിസ്മയങ്ങൾ ബജറ്റിൽ തെളിഞ്ഞോ എന്നതിലാണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ. വാഴ്ത്തലിനും വിമർശനത്തിനുമിടയിൽ വസ്തുതകളെ പരിശോധിക്കുകയാണ് ഇന്ന് എൻകൗണ്ടർ. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, CPIഎമ്മിൽ നിന്ന് ശ്രീ VPP മുസ്തഫ, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ SP രാജേഷ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ അതിഥികൾ. ശ്രീ രാജു പി നായർ, നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ വരുത്തിവെച്ച ബാധ്യത, കുറേ അധികം പദ്ധതികൾ, അതിൻ്റെ പ്രഖ്യാപനം, ഇതൊക്കെ നടപ്പാക്കാനും മുൻ സർക്കാരുകൾ വരുത്തിവെച്ച മുൻ സർക്കാരിൻ്റെ ബാധ്യത ഉൾപ്പെടെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുമുള്ള എന്തൊക്കെ പോംവഴികളാണ് ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ഇടക്കാല ബജറ്റിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ വളരെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒരു അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പൊതുകടം ഒക്കെ നമ്മൾ മാറ്റി നിർത്തി, അതൊക്കെ നമ്മൾ സംസാരിച്ചു, ഒറ്റെല്ലാം മാറ്റി നിർത്തിയാലും കഴിഞ്ഞ തവണ അവതരിപ്പിച്ച ബജറ്റ്, അത് സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പുള്ളൊരു ബജറ്റ് വോട്ടുകളൊക്കെ ഉണ്ടാക്കി പാസ്സാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പുതിയ ഗവൺമെൻറ് ആയിരുന്നു ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. പക്ഷെ അവർ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടൊരു സമ്പൂർണ്ണ ബജറ്റാക്കി. അന്ന് ഈ പ്രഖ്യാപിച്ച ബജറ്റിൽ തന്നെ 20,500 കോടി രൂപ കുറവുണ്ടായിരുന്നു എന്നുള്ള നമുക്കറിയാം. ഇപ്പോൾ അതിന് തർക്കത്തിലുള്ള വിഷയമില്ല. കാരണം ഇന്നലെ മുൻ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 20,500 കോടി രൂപ കുറവുണ്ടെന്നും അതെങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയും കോടികളുടെ 20,500 കോടി രൂപയുടെ ബജറ്റിൽ കുറവുള്ള സമയത്താണ് പുതിയ സർക്കാർ അധികാരത്തിലേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടേറെ കൊടുത്ത വാഗ്ദാനങ്ങളും ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കമ്പൾസീവായിട്ടുണ്ടായിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയനെ സംബന്ധിച്ചുണ്ടായത്. പക്ഷേ ഇതെല്ലാം ചെയ്തത് കടമെടുത്താണ് പോയത്. പുതിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ലാതെ കടമെടുപ്പ് മാത്രമായിട്ടാണ് പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം പ്രോജക്ട്സിലൂടെ, നമ്മളിപ്പോൾ ഇന്നത്തെ കേരളത്തെ മാത്രം കണ്ടാൽ പോലും ലോങ് ടേം പ്രോജക്ട്സിലൂടെ കേരളത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ദീർഘകാല പദ്ധതികൾ ഉണ്ടാക്കുകയും അതേസമയം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളെ സഹായത്തോടു കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം തന്നെയാണ് എടുത്തത്. ഒരു മിക്സഡ് സമീപനം തന്നെ എടുത്തത്. അതിനകത്ത് ഇപ്പോൾ എന്നും ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എല്ലാം, അല്ലെങ്കിൽ UDF ജനങ്ങളുടെ മുന്നിൽ വെച്ച പദ്ധതിയാണ് സീ ലൈൻ. ആ സീ ലൈൻ പദ്ധതിക്ക് തുടക്കമായിട്ട് നമ്മൾ വലിയൊരു പ്രതീക്ഷയായിട്ട് നമ്മളത് മാറുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് വളരെ വലുതാണ്. കാരണം നമ്മുടെ തുറമുഖങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു, അത് ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കപ്പെടുന്നു, അത് ടൂറിസത്തിലേക്ക് മാറുന്നു. സ്വാഭാവികമായിട്ടും അവിടെ തൊഴിലവസരങ്ങളുണ്ടാകും, അനുബന്ധ തൊഴിലവസരങ്ങളുണ്ടാകും. അത് വലിയ രീതിയിൽ നമുക്ക് ഒരു ഇൻകം ജനറേറ്റിംഗ് പ്രോജക്റ്റായിട്ട് അത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ടൂറിസ്റ്റുകളെ എന്താ പറയുക എത്തിക്കാൻ കഴിയുന്ന പ്രോജക്റ്റാണ്. അതുപോലെ തന്നെയാണ് ഏവിയേഷൻ പ്രോജക്ട്സ്. നമുക്ക് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. ഏകദേശം 150-200 കിലോമീറ്ററിനിടയിൽ ആയിട്ട് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. ആ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഏവിയേഷൻ അക്കാഡമി പോലുള്ള അതും വലിയ സാധ്യതകൾ നമുക്ക് തുറന്നിടുന്നതാണ്. സ്പേസ് എക്കണോമി പറഞ്ഞു. സ്പേസ് എക്കണോമി തീർച്ചയായിട്ടും നമുക്ക് അറിയാമല്ലോ, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മുതൽ പഠിച്ച തുമ്പ അവിടെ ഉണ്ട്. ആ തുമ്പയെ പിന്നെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ തുമ്പ ഉൾപ്പെടെയുള്ള സ്പേസിനെയും അതുപോലെ തന്നെ മറ്റ്
കാര്യങ്ങളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പേസ് എക്കണോമി ബിൽഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അത് തന്നെ AI കാലമാണ്. ആ AI കാലത്തിന് കേരളത്തിൻ്റേതായിട്ടുള്ള AI രംഗത്ത് നിൽക്കുന്ന സ്റ്റാർട്ടപ്പുകളെയും അതുപോലെ തന്നെ പുതിയ കുട്ടികളെയും എല്ലാം ആകർഷിക്കുന്ന രീതിയിൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മലയാളം AI-യെക്കുറിച്ച് പറഞ്ഞു. ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ പറഞ്ഞു. ഇന്ന് വലിയ ഒരു ഇതാണ്. കാരണം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണെങ്കിലും കോർപ്പറേറ്റ് കൺവെൻഷനുകളാണെങ്കിലും എല്ലാം ഇന്ന് കൊച്ചി ഇന്നൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ഇന്നത്തെ ആ ഡെസ്റ്റിനേഷൻ എല്ലാം 2 or 3 ഉള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഡെസ്റ്റിനേഷൻ. അതിനേക്കാൾ വിപുലമായിട്ടുള്ള ഒരു കൺവെൻഷൻ ഡെസ്റ്റിനേഷനായിട്ട് കേരളത്തെ കൊച്ചിയെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ അത് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റവന്യൂ കൂടുതലുണ്ടാകുന്ന ടൂറിസത്തെ അതുപോലെ കൺവെൻഷൻ ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്ററുകളാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തിന് തൊഴിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളും അതേസമയം തന്നെ ദുർബല വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷം കണ്ടത് പട്ടികജാതി വിഭാഗങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. ഈ ബജറ്റ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതിനുശേഷം 50% ബജറ്റ് വിഹിതം വെട്ടിക്കളഞ്ഞ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ എല്ലാം നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതി ഉണ്ടായി. അവരുടെ ട്രാക്ക് റെക്കോർഡ് ഉമ്മൻചാണ്ടിയുടെ 5 കൊല്ലത്തെ നിർമ്മിച്ച വീടുകളെക്കാൾ കുറവാണ്. 10 വർഷം നിർമ്മിച്ച വീടുകളെങ്കിലും അതിനകത്ത് തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഘടനാപരമായ പ്രശ്നമുണ്ടായിരുന്നു. കാരണം ദുർബല വിഭാഗങ്ങൾക്ക് അതിനകത്ത് ആവശ്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ ലൈഫ് ഭവന പദ്ധതി വന്നപ്പോൾ അവർക്ക് അർഹമായിട്ടുള്ളത് കിട്ടാത്ത സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് മത്സ്യത്തൊഴിലാളികൾ. നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ആ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ള, കാരണം ആ മേഖലയിൽ അനുഭവിക്കുന്ന ആ ദുരിതം കൊണ്ടാണ് അന്ന് മുൻഗണന കൊടുക്കണമെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായി. അതിന് പരിഹാരമാവുന്ന രീതിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേകമായ ഭവന പദ്ധതി ആവിഷ്കരിക്കുന്നു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ കാലാവസ്ഥ ഒന്ന് പ്രതികൂലമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രോളിങ്ങിന് പോകരുത്, മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറയും. ആ പോകരുത് എന്ന് പറയുന്ന ദിവസം അവൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു ചിന്തയുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സർക്കാർ പറയുന്നത് അങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളെ നമ്മൾ ചേർത്ത് പിടിക്കും. അവർക്ക് അന്നത്തെ ദിവസം വേതനം കൊടുക്കുന്ന രീതിയിലൊക്കെ അവർക്കൊരു അലവൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കുന്നു. വലിയ ആവശ്യമാണ്. ഞങ്ങളൊക്കെ തീരദേശത്തൊക്കെ പ്രവർത്തനം നടത്തുന്നുണ്ട്. വലിയ ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ദുർബല വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും അതേസമയം തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ദീർഘകാല പദ്ധതികളുമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ ദീർഘകാല പദ്ധതികൾ, അതിലൂടെ പ്രതീക്ഷിക്കപ്പെടുന്ന വരുമാനം, അതുവഴി പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന ഒരു ഭാഗം താങ്കൾ വിശദീകരിച്ചു. നേരത്തെ താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം തന്നെ സമ്മതിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം തന്നെ ഉയർത്തിയിട്ടുള്ള ചില വിമർശനങ്ങളുമുണ്ട്. ഞാൻ 2ാം റൗണ്ടിൽ അത് ചോദ്യങ്ങളായി താങ്കളുടെ മുന്നിൽ എത്തിക്കും. ശ്രീ VPP മുസ്തഫ, VD സതീശൻ്റെ ഇന്നത്തെ കന്നി ബജറ്റിൽ പ്രതിപക്ഷം എന്തെങ്കിലും വിസ്മയങ്ങൾ കണ്ടോ? വിസ്മയങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ ബജറ്റ് അവതരണം കഴിഞ്ഞത് മുതൽ നമ്മുടെ നാട് മുഴുവൻ തപ്പി നോക്കിയിട്ട് UDFൻ്റെ ആളുകൾക്ക് പോലും അങ്ങനെ ഒരു വിസ്മയം കാണാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പോൾ ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പോലും ഇതാ ഈ ബജറ്റിൽ ഇന്ന വിസ്മയമുണ്ടായി എന്ന് പറയാൻ വേണ്ടി സാധിക്കാത്തത്. അദ്ദേഹം മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഇന്ന് ബജറ്റ് പ്രസംഗം ആരംഭിച്ചത് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും വിസ്മയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബജറ്റ് പ്രസംഗം ആരംഭിച്ച ആദ്യത്തെ ഒരു 3-4 മിനിറ്റിൽ നമ്മൾ കേട്ടതെന്താ? മുൻ സർക്കാരിനെ കുറിച്ചുള്ള വിമർശനം. അതിൽ പ്രധാനവും എന്തോ വലിയ കടബാധ്യത, കടക്കണിയിലാണ് കേരളം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ഇത് തന്നെയാണ് നമ്മൾ 4 ദിവസം മുമ്പ് ധവളപത്രത്തിലും കണ്ടിട്ടുള്ളത്. ഇത് അവർ കുറച്ച് കാലമായിട്ട് കൊണ്ടുവരുന്ന ഒരു നരേഷനാണ്. എന്നാൽ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളത് CAG റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ ആധികാരികമായിട്ടുള്ള രേഖകളുണ്ട്. ഇവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ ഈ കക്ഷി രാഷ്ട്രീയം ഇങ്ങനെ വല്ലാതെ അന്ധത ബാധിച്ചു വന്നിട്ട് രാഷ്ട്രീയമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയമില്ല എന്നല്ല പറയുന്നത്. ബജറ്റിന് രാഷ്ട്രീയമുണ്ട്, ധവളപത്രത്തിന് രാഷ്ട്രീയമുണ്ട്, ഞങ്ങളുടെ ചർച്ചകൾക്ക് രാഷ്ട്രീയമുണ്ട്. എന്നാൽ തീർത്തും എല്ലാറ്റിനെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണ് നമ്മൾ കണ്ടത്. അല്ലാതെ ഒരു വിസ്മയവും ഇതിനകത്തുണ്ടായില്ല. എന്താ കാണേണ്ട ഒരു സമീപനം? ഇവിടെ ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ദിശാസൂചിക നൽകാൻ, അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗം. ഈ കടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ലാത്ത കടക്കണിയിലാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് പ്രസംഗം ഉപസംഹരിക്കുന്നത് ഞങ്ങളിതാ ഒരു വലിയ ദിശാസൂചിയാണ് ഞാൻ ഈ 1.25 മണിക്കൂർ പ്രസംഗിച്ചത് എന്നാണ് പിന്നെ അദ്ദേഹം ഉപസംഹാരത്തിൽ പറയുന്നത്. അങ്ങനെ എന്ത് ദിശാസൂചിയാണ്
ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഈ ബജറ്റിൽ നിന്ന് ഈ 1.25 മണിക്കൂർ നീണ്ട ശ്രീ വി ഡി സതീശൻ്റെ പ്രസംഗത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്? LDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള അതേ ക്ഷേമ പദ്ധതികൾ, ആനുകൂല്യങ്ങൾ, അതിൽ ചിലത് നിർത്തലാക്കി എന്നല്ലാതെ പുതുതായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. പുതിയ ഏതെങ്കിലും രീതിയിൽ ഉള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അവർ പറയുന്ന ഏറ്റവും വലുതായിട്ട് വരേണ്ടത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരംഭിക്കാൻ പോകുന്ന ഇൻഷുറൻസ് സ്കീമാണ്. അതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്തത് കൊണ്ടാണല്ലോ വെറും 10 കോടി രൂപ മാത്രം നീക്കിവെച്ചുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ 10 കോടി പോരല്ലോ. ഇത്രയും കേരളത്തിൽ ഏതാണ്ട് 75 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ കേരളത്തിലുണ്ട്, 3.5 കോടി ജനങ്ങളുണ്ട്. ഇവരെ ആകെ കവറപ്പ് ചെയ്യുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി എങ്കിൽ 10 കോടി പോരല്ലോ. നമുക്കറിയാലോ, ഇത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ആകെ ഒരു 2.25 രൂപയാണ്, വെറും 2.25 രൂപയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് വരിക. ഈ 10 കോടി വീതം വെച്ചാൽ അത് പോരല്ലോ പ്രീമിയം അടക്കാൻ ഈ ഇൻഷുറൻസ് പദ്ധതിക്ക്. അപ്പോൾ അങ്ങനെ വിസ്മയമായി തീരേണ്ട അവരുടെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഒരു വിശദമായ പദ്ധതി രേഖയും അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ ബജറ്റിന്. മറിച്ച് പുതുക്കിയ ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ജനുവരി മാസത്തിൽ അവതരിപ്പിച്ച ബജറ്റിന്റെ അതിനെയാണ് ആക്ഷേപിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് പ്രതിനിധി. പക്ഷേ അന്ന് വോട്ട് ഓൺ അക്കൗണ്ടല്ലേ വേണ്ടത്, ബജറ്റ് അല്ലല്ലോ വേണ്ടത്. പക്ഷേ ആ ബജറ്റിലെ കാര്യങ്ങൾ തന്നെ കുറെ വെട്ടിക്കുറച്ചു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പുതുമ നൽകാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ള മാറ്റം എന്താണ്? ഇടതുപക്ഷം ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര ധാരണയനുസരിച്ച് പൊതുമേഖലയെ ശക്തിപ്പെടുത്താനാണ്. അതിനു പകരം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്ന സാമ്പത്തിക നയങ്ങളുടെ അതേ തുടർച്ചയിൽ അമിതമായ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഈ ബജറ്റിന്റെ. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. കാരണം ഇത് പ്രതിപക്ഷ നേതാവ് ഇന്ന് വിമർശനമായി ഉന്നയിച്ചപ്പോൾ അതിന് വ്യക്തതയുള്ള ഒരു മറുപടിയായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, ഞങ്ങൾ ആ നയം പിന്തുടരുന്നവരാണ്. കേരളത്തിലെ പൊതുവികസനം സാധ്യമാക്കണമെങ്കിൽ സ്വകാര്യ നിക്ഷേപകരെ ആകർഷിച്ചേ കഴിയൂ. അതിന് സഹായകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നയങ്ങളിൽ വരുത്തും, തീരുമാനങ്ങളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രതിബന്ധമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കുന്ന നടപടി സ്വീകരിക്കും. മാത്രമല്ല, ശ്രീ VPP മുസ്തഫ, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഈ ബജറ്റിനെ വിശകലനം ചെയ്തുകൊണ്ട് മറ്റൊരു ചർച്ച, ഞാൻ തന്നെ നയിച്ച ചർച്ചയിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം അതിൽ അതിഥിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ രംഗത്തുള്ള സ്വകാര്യ മേഖലയുടെ വരവിനെ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയസമീപനങ്ങളെ ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല. സ്വകാര്യ മൂലധനം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നതിനും വികസനം സാധ്യമാക്കുന്നതിനും ഞങ്ങൾക്ക് തത്വത്തിൽ എതിർപ്പില്ല. പക്ഷേ ചില മേഖലകളിൽ അത് കൊണ്ടുവരുന്നതും അത് പൂർണ്ണമായി അതിന് അടിയറവ് പറയുന്ന ഒരു സമീപനത്തോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പെന്നാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണല്ലോ ശ്രീ VPP മുസ്തഫ ഈ വിഷയം താങ്കൾ ഉയർത്തുന്നത്. അല്ല, അതിൽ സംശയം എന്താണെന്ന്, ഇവ സ്വകാര്യ നിക്ഷേപം എന്നതിനോട് ഞങ്ങൾ യാതൊരു, അത് ഈ കാലത്തൊന്നും അല്ലല്ലോ. ഇപ്പൊ 1957 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സംസ്ഥാന ഭരണത്തിന്റെ അധികാരം കിട്ടിയത് കേരളത്തിൽ. അന്ന് സാക്ഷാൽ ബിർളയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കോഴിക്കോട്ടം ബാവൂരിൽ ഗോളിയോർ റാൻഡ്സ് സ്ഥാപിച്ചവരല്ലേ ഞങ്ങൾ. കേരളത്തിന്റെ വ്യാവസായിക പുരോഗതിക്ക് സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം, കേരളത്തിന്റെ പൊതു പുരോഗതിക്ക് സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. അത് 57 EMS ഗവൺമെന്റ് തൊട്ട് ഈ പിണറായി ഗവൺമെന്റ് വരെ സ്വീകരിച്ചിട്ടുണ്ട്. സഖാവ് തോമസ് ഐസക്കും ധനമന്ത്രിയായിരുന്നപ്പോൾ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്വകാര്യ നിക്ഷേപത്തെ അല്ല എതിർക്കുന്നത്, സ്വകാര്യ മൂലധനത്തിന് സകലതും ചീരെഴുതുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്താ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവരുടെ നയം തന്നെ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അരുൺ ഷൂരി എന്ന് പറയുന്ന ഒരു മന്ത്രി തന്നെ വാജ്പേയി ഗവൺമെന്റിൽ ഉണ്ടായത് എന്തിനാണ് ഗോപികൃഷ്ണൻ? അതെ, തൂക്കി വിൽക്കാനാണല്ലോ. ആ നയമാണ് അവർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം നിറക്കാൻ നിർമ്മല സീതാരാമന്റെ ഓരോ ബജറ്റിലും വരുന്നത് ആ നിലയിലല്ലേ, പൊതുമേഖലയുടെ വിൽപ്പനയല്ലേ. അതല്ലല്ലോ കേരളത്തിൽ LDF ഗവൺമെന്റ് സ്വീകരിച്ചത്. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യാം. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ഉണ്ട് നമുക്ക് അതിഥിയായി. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ VPP മുസ്തഫ പ്രതികരിച്ചതും നേരത്തെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചപ്പോഴൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ എന്താണോ നടപ്പാക്കിയിരുന്നത്, എന്തായിരുന്നു ഞങ്ങൾ ബജറ്റിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, അതിന് അല്പം പേരൊക്കെ മാറ്റി പുതിയ രൂപത്തിൽ പുതിയ പേരുകളൊക്കെ നൽകി അതേ സ്വഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ പാത തന്നെ പിന്തുടരുന്ന ഒരു സമീപനമാണ് UDF സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അവർ തന്നെ വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ പാർട്ടികളെ കുറിച്ചാണ്.
പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതേ സ്വഭാവത്തിൽ തന്നെയാണല്ലോ ബി ജെ പിയുടെയും പ്രതികരണം. കാരണം ബി ജെ പി പറഞ്ഞത്, എനിക്കൊന്ന് പി കെ കൃഷ്ണദാസിൻ്റെ പ്രതികരണമാണ് ഞാൻ കണ്ടത്, കസേരയിൽ ആളു മാറി എന്നതല്ലാതെ നയത്തിൽ മാറ്റമില്ല എന്നാണ്. വട്ടപൂജ്യമാണ് ഈ ബജറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്കൊപ്പമുള്ള അതേ നിലപാട് തന്നെയാണ് ഈ ബജറ്റിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിക്കുമുള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ല, ഈ ഞങ്ങളത് വേറെ ആംഗിളിലാണ് പറഞ്ഞത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രധാന പരിപാടി വലിയ വലിയ പരിപാടികൾ പ്രഖ്യാപിക്കുക, അതിന് പൈസ നീക്കി വെക്കാണ്ടിരിക്കുക. അടുത്ത ബഡ്ജറ്റ് എത്തുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പരിപാടി എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയെ പറ്റി ഒരു സംസാരമില്ല. അങ്ങനെ പൈസ ഇല്ലാതെ പരിപാടി പ്രഖ്യാപിച്ചത് എന്താ കാര്യം? അത് തന്നെയല്ലേ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്ന ഏതൊരാൾക്കും സന്തോഷമുണ്ടാവുന്നതാണ്. കാരണം ഞാനിപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് സംസാരിക്കുന്നത്. കോഴിക്കോട് ലൈറ്റ് മെട്രോ ഈ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കോഴിക്കോട് ലൈറ്റ് മെട്രോ എത്രയാ കോടി നീക്കി വെച്ചത്? 20 കോടി. ശരി, ഞങ്ങൾ കോഴിക്കോട്ട് മെട്രോന് അതിൽ 10 കോടി കിട്ടുന്നു കൂട്ടുക. 36,000 കോടി മുതൽ 40,000 കോടി വരെ വേണം എന്തിന്? ഈ 2 മെട്രോ സ്ഥാപിച്ചെടുക്കാൻ. അതിനാണ് 20 കോടി നീക്കി വെച്ചത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയാണ്. നമ്മുടെ തൊഴിലവസരങ്ങളും ഉൽപ്പാദന മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതാണ്. 10,000 MSME 100 കോടി രൂപ. 10,000 MSMEക്കാണ് 100 കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരു വളരെ മനോഹരമായ പ്രഖ്യാപനമാണ് കേരളീയമായ പാചകത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പദ്ധതി നീക്കി വെച്ചിരിക്കുന്നത് 2 കോടിയാണ്. ജെൻസി സ്റ്റാർട്ടപ്പ്, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, അവർക്ക് AI ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ, അതിനെ സഹായിക്കാൻ 50 കോടി രൂപ. ക്ഷീരവികസനം 100 കോടി രൂപ. 1000 കോടി രൂപ ഇല്ലാതെ കേരളത്തിലെ ഈ പറയുന്ന 990 പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കുറേ കോർപ്പറേഷൻ ഏരിയകളിൽ ഇവിടെയൊക്കെയുള്ള ക്ഷീരവികസന പദ്ധതികൾക്ക് ചുരുങ്ങിയത് 1000 കോടി രൂപ വേണം. പിന്നെ പറഞ്ഞു വയനാട്, കാസർഗോഡ്, ഇടുക്കി പിന്നാക്ക ജില്ലകൾക്ക് പ്രത്യേക പാക്കേജ്. എത്ര രൂപ നീക്കി വെച്ചു? ആർക്കും അറിയില്ല എത്ര രൂപ നീക്കി വെച്ചു എന്ന്. അപ്പോൾ ഇനി വേറൊരു വലിയ പ്രശ്നം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമ്മളുടെ പുതിയ തലമുറ വിദേശത്തേക്ക് പോവുകയാണ്. ഒരു 4-5 വർഷം മുന്നേ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത പഠനത്തിന് പോയതെങ്കിൽ ഇന്ന് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നത്, ഒരു കുട്ടി പോയാൽ 30 മുതൽ 40 ലക്ഷം വരെ രൂപ ഇവിടുന്ന് പോവാണ്. അത് നിയന്ത്രിക്കും, അത് ഇല്ലാതാക്കും. എന്ത് പദ്ധതി? ഒരു പദ്ധതിയും ഇവിടെ പറഞ്ഞിട്ടില്ല. 2 കാര്യങ്ങൾ. ഒന്ന് നോളജ് വാലി ആണ് പറയുന്നത്, യുവാക്കൾക്ക് വേണ്ടി ഒരു നോളജ് വാലി. അതോടൊപ്പം തന്നെ ജോബ് വാച്ച് ടവർ, അതായത് രാജ്യാന്തര തലത്തിലുള്ള ഈ തൊഴിലവസരങ്ങൾ, അത് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ആ കാര്യങ്ങൾ കേരളത്തിൽ അതിന് സാധ്യമാകുന്ന അവസരങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജോബ് വാച്ച് ടവർ. ഇത് 2 കാര്യങ്ങൾ കൂടിയുണ്ട് അതിനകത്തും. ഞാൻ പറഞ്ഞത് ബജറ്റിനകത്ത്. അതെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിദേശത്തെ ജോലി തേടി പിടിച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കുട്ടികളിപ്പോൾ ചെയ്യുന്ന എന്താ? കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുന്നു, എന്നിട്ട് ആ കുട്ടികൾ അവിടെ സെറ്റിലാവുന്നു. ആരും തിരിച്ചു വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത് 1018 കോടി രൂപ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ, അതിനും തുക PM ശ്രീയിൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഗ്രാമവികസനം 2138 കോടി രൂപ. എത്ര ഗ്രാമങ്ങൾ? 990 പഞ്ചായത്തുകൾ. അപ്പം ഞാൻ ഇതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് വരും. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് വരുന്നത് സന്തോഷം. നിലവിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? ഇതൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ? അപ്പോൾ കാർഷിക ഉൽപാദന മേഖലയെ പുഷ്ടിപ്പെടുത്താൻ, വ്യാവസായികമായ ഉൽപാദന മേഖലയെ പുഷ്ടിപ്പെടുത്താൻ, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ. അതാണല്ലോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്? നമുക്ക് നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ വെച്ച് സംഗതി നടക്കൂല. അപ്പോൾ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണം. അതിന് വ്യാവസായിക മേഖല വൈവിധ്യവൽക്കരിക്കണം. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വ്യവസായങ്ങൾ കേരളത്തിൽ സാധ്യമല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗോളിയോ റോയൻസിൻ്റെ കാര്യം തീരുമാനമായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ AI പോലുള്ള, അതുപോലെ തന്നെ IT പോലുള്ള പുതിയ വ്യവസായ സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവന്നാലേ പാരിസ്ഥിതിക സൗഹാർദ്ദ വ്യവസായങ്ങൾക്ക് ഇവിടെ സാധ്യതയുള്ളൂ. ഒരു പദ്ധതിയില്ല. ഇവിടുത്തെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താൻ ഒരു പദ്ധതിയുമില്ല. കേരളത്തിൻ്റെ തനതായ കൃഷി,
നാളികേരം, നെൽകൃഷി, ഇതിനൊന്നും പദ്ധതിയില്ല. ഇപ്പം നെൽകൃഷിക്കാർ പ്രതിഷേധത്തിലാണ്. കാരണം കേന്ദ്ര വിഹിതം 72 പൈസ വെച്ച് കൂടിയപ്പോൾ സംസ്ഥാന വിഹിതം 72 പൈസ വെച്ച് കുറഞ്ഞു. 30 രൂപയിൽ കിടക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം 24 ചില്ലുവാനുമായി, സംസ്ഥാന വിഹിതം 5.60 അപ്പോൾ അവർ പ്രതിഷേധത്തിലാണ്, സംസ്ഥാനം കൂട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് രണ്ടും ചെയ്യാതെ, കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പുഷ്ടിപ്പെടുത്താതെ, പുതിയ പദ്ധതികൾ വരാതെ എങ്ങനെ വരുമാനം കൂടും? എങ്ങനെ നിങ്ങൾക്ക് വരുമാനം കൂടിയാൽ മാത്രമേ സംസ്ഥാനത്തിന് നിങ്ങൾക്ക് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോഴിക്കോട് മെട്രോയിലും തിരുവനന്തപുരം മെട്രോയിലും 20 കോടി നീക്കി വെച്ചാൽ 20 കൊല്ലം കഴിഞ്ഞാലും അത് നമുക്ക് അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇവരുടെ പ്രസ്റ്റീജ് പദ്ധതിയായ ഉമ്മൻചാണ്ടി പദ്ധതിക്ക് വരെ 10 കോടി രൂപ. ശരി, ഞാൻ വരാം. ഞാൻ ഡോക്ടർ SP രാജേഷിലേക്ക് പോവാണ്. ഡോക്ടർ SP രാജേഷ്, ഈ ബജറ്റിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു സ്വതന്ത്രമായ നിരീക്ഷണം എനിക്ക് ആവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം ഈ ബജറ്റിന് ശേഷം അദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വികസന ആശയങ്ങളുടെ, ഒരുപക്ഷെ താങ്കൾ വായിച്ചു കാണും, എങ്കിലും പ്രേക്ഷകരിൽ ആരെങ്കിലും ഇത് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. വികസന ആശയങ്ങളുടെ ഒരു നീണ്ട വിഷ് ലിസ്റ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ ബജറ്റ് പ്രസംഗം. പക്ഷേ അതിനൊന്നുമുള്ള പണം ബജറ്റിലില്ല. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് അധിക ചെലവായി വകയിരുത്തിയിട്ടുള്ളത് 1080 കോടി രൂപ മാത്രമാണ്. പണമില്ലാത്തത് കൊണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് പലതിനും ടോക്കൺ പ്രൊവിഷനാണ് വെച്ചിട്ടുള്ളത്. ഇത് കോട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഈ ബജറ്റിൽ ഏറ്റവും വലിയ പോരായ്മയായി മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ച ഈ കാര്യത്തിനോട് ധനകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ യോജിക്കുന്നുണ്ടോ ഡോക്ടർ SP രാജേഷ്? അദ്ദേഹം പറഞ്ഞത് അലോക്കേഷൻ വളരെ കുറവാണ് എന്നുള്ളൊരു സംഭവമാണ്. അതായത് 10 കോടി 20 കോടി എന്നുള്ള ചെറിയ സംഖ്യകളാണ് നീക്കി വെച്ചത് എന്നുള്ളതാണ്. അതിന് എനിക്കുള്ള എൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ വളരെ സത്യസന്ധമായിട്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും വളരെ പ്രാക്ടിക്കലായിട്ടും കാര്യങ്ങളെ അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ഒരു ധവളപത്രം നമ്മുടെ മുമ്പിൽ ഇറക്കുകയുണ്ടായി. ആ ധവളപത്രത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ, KM ചന്ദ്രശേഖരൻ്റെ കീഴിലുള്ള ഒരു 4 അംഗ കമ്മിറ്റിയാണ് ഈ ഒരു കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5.037 crores ലക്ഷം കോടിയാണ് കടമായിട്ട് നിൽക്കുന്നത്. 77% കമ്മിറ്റഡ് എക്സ്പെൻസസ് ആണ്. അതായത് പലിശ ഇനത്തിൽ 20.9% നഷ്ടപ്പെടുന്നുള്ള ശമ്പളം, മറ്റ് പെൻഷൻ മുതലായ കാര്യങ്ങൾക്കാണ് പോകുന്നത്. ബാക്കിയുള്ള 23% വെച്ചിട്ട് ഇഴയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇഴയുന്ന, അതായത് GDPയുടെ 35.5% ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ സാമ്പത്തിക നില തന്നെയാണോ നമ്മൾ തുടരേണ്ടത് എന്നുള്ള വ്യക്തമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയണം. എനിക്ക് കൃത്യമായ വിയോജിപ്പാണ് അദ്ദേഹത്തോടുള്ളത്. അത് കിഫ്ബിയുടെ പ്രശ്നത്തിലുണ്ട്, ഞങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തികൾ, നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ വരുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ ബഡ്ജറ്റിന് ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. എല്ലാവർക്കും പരിപൂർണ യോജിപ്പാണ്. രാഷ്ട്രീയമുള്ളവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലാതെ. അല്ല ഡോക്ടർ SP രാജേഷ്, ഞാൻ ചോദിച്ച ചോദ്യം പക്ഷെ അതായിരുന്നില്ല. ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ, ഈ പദ്ധതികൾ, അതിന് ശരിയായ തുക വകയിരുത്തിയിട്ടുണ്ടോ? ആ പണം കണ്ടെത്താൻ ആ വരുമാന സ്രോതസ് എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടോ? ലക്ഷ്യം ഏതാണെന്ന് പറയുമ്പോഴും അതിലേക്കുള്ള വഴി ഏതാണ് എന്ന് വ്യക്തമായി ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ആ പോയിന്റ് ആയിരുന്നു ഞാൻ താങ്കളോട് ചോദിച്ചത്. കറക്റ്റാണ്, താങ്കൾ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അതിന് വളരെ ചുരുങ്ങിയ തുക, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, 20 കോടി 10 കോടി എന്ന് പറയുന്ന ചെറിയ തുക. കാരണം നമ്മുടെ എക്കണോമി ആ കണ്ടീഷനിൽ അദ്ദേഹത്തിന് 100 കോടിയോ 200 കോടിയോ 300 കോടിയോ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കണക്കുണ്ടാക്കി, കണക്കിലെ മാജിക്കുകൾ കാണിച്ച് അടുത്ത വർഷം അതിൻ്റെ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരാതെ ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഇത്രയൊക്കെ തുകകൾ അദ്ദേഹം അലോക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ കടലാസിലെ കണക്കുണ്ടാക്കിയാൽ പോരല്ലോ. എങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ അദ്ദേഹം കൃത്യമായൊരു പദ്ധതി നമ്മുടെ മുമ്പിൽ വെച്ചു. ഈ പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഖജനാവിലേക്ക് പണം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചെലവ് ചുരുക്കി. അതുപോലെ തന്നെയാണ് അദ്ദേഹം വരുമാനത്തിലും കുറവ് വരുത്തി, അല്ലേ? വരുമാനം 20 കോടി അല്ലേ, 20 കോടിയോളം അദ്ദേഹം അതിനെ താഴ്ത്തിയിട്ടാണ് പറഞ്ഞത്. വളരെ ലോജിക്കലായിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന രീതിയിൽ പോകുന്നുള്ള കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കാം. അതായത് അദ്ദേഹം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള
വിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു പരിപാടി. ഇത് ശ്രീ ഗോപികൃഷ്ണനും ഞാനും ഒക്കെ എത്രയോ കാലം മുമ്പേ ചർച്ചകൾക്ക് ഇരിക്കുന്ന വ്യക്തികളാണ്. ഇത് പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഓൾ ഇന്ത്യ ലെവലിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിംഗപ്പൂരിലും നെതർലാൻഡ്സിലൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റും. ഈ തുറമുഖ വികസനം വലിയ സമ്പത്ത് നമുക്ക് നേടിത്തരാൻ പറ്റാവുന്ന ഒരു പദ്ധതിയാണ്. ഡോക്ടർ എസ് പി രാജേഷ്, അതിൽ ബിജെപിയുടെ വിമർശനം താങ്കൾ കേട്ടോ? സാഗർമാല പദ്ധതിയുടെ ഒരു നിഴൽ മാത്രമാണ് ഈ പിന്നെ മിഷൻ സാഗർ പദ്ധതി എന്നതാണ് അവരുടെ വിമർശനം. ആയിക്കോട്ടെ, അത് സംഗതി അങ്ങനെ ആയിക്കോട്ടെ. ഈ കേരള സംസ്ഥാനം വികസിക്കുന്നതും കേന്ദ്രത്തിന് ഗുണമാണല്ലോ. കേന്ദ്രം ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ അല്ലല്ലോ, മൊത്തമാണല്ലോ. ഇതിന് അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന ഒരു നയത്തെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. കേന്ദ്രമായിട്ട് നേരിട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല. വളരെ നല്ല സ്ട്രാറ്റജിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്, വി ഡി സതീശൻ ചെയ്യുന്നത്. നേരെ പോയിട്ട് ഫൈറ്റ് ചെയ്യുകയും കലുഷിതമാക്കുകയും എന്നും അവർക്കെതിരായ ഒരു ചർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ വികസനം പോകും. അദ്ദേഹത്തിന് നല്ല വികസനം നടത്തണം, എക്കണോമിയെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു നല്ല ആഗ്രഹമുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഒരു BJP-കാരനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോ ഒന്നുമല്ല. ഞാനിതിനെ നിഷ്പക്ഷമായിട്ട് കാണാം. ആര് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ നല്ലത് എന്ന് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് വരുമ്പോൾ വിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും ഈ കോറിഡോറുകളെ കണക്ട് ചെയ്യുന്നത് ഈ സിംഗപ്പൂരിലും നെതർലാൻഡ്സിലും മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ വിജയിച്ച ഒരു പദ്ധതിയാണത്. അത് മാത്രമല്ല, ഈ കുത്തകകൾ എന്ന് നമ്മൾ വിളിക്കല്ലേ, അവരുടെ പാർട്ടിസിപ്പേഷൻ വന്നേ നടക്കൂ. നമ്മുടെ കയ്യിൽ പണമില്ല, പണമുള്ള ആളുകൾ ഇവിടെ വന്ന് പണം ഇറക്കണം. അതിന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുന്നത്. ഇതല്ലേ കർണാടകയിലും മറ്റ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലൊക്കെ നടത്തുന്നത്. അവർ ആ രീതിയിൽ മുന്നേറുകയും ധനസമാഹരണം നടത്തുകയും നമ്മുടെ കിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുകയും ഹെൽത്തി എക്കണോമിയിലോട്ട് പോവുകയാണ്. നമ്മുടെ കയ്യിൽ പണമില്ല. ഈ പണം ഇങ്ങനെ കടം കൂട്ടി ഇതിന് എത്ര രൂപയുടെ ഇതാണ് നമ്മൾ കൊടുത്തിട്ട് പോയിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ തുക നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വലിയൊരു തുക നമ്മൾ ബാധ്യത വരുത്തിയിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. നമ്മൾ കളക്റ്റീവായിട്ട് ആലോചിക്കണ്ടേ? എല്ലാവരും അവരുടെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ എക്കണോമി ഡെവലപ്പാക്കണ്ടേ? ഒന്നുമില്ലാത്ത എക്കണോമിയിൽ അതിനെ ഡെവലപ്പാക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ട്രൈബൽ ഇതിലൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ആശയം അദ്ദേഹം പറഞ്ഞു. ട്രൈബൽ യൂണിവേഴ്സിറ്റി യഥാർത്ഥ വേർഡ് എന്താണെന്ന് തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താം. ട്രൈബൽ യൂണിവേഴ്സിറ്റി തന്നെ വയനാട്, നമ്മുടെ IAS വയനാട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഇതിനെപ്പറ്റി വായിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇതിനെ പറ്റിയിട്ട് നല്ലൊരു സ്റ്റഡി രാജു നാരായണസ്വാമിയുടെ ഒരു വലിയ ആർട്ടിക്കിൾ വന്നിരുന്നു. ഇപ്പോഴൊന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയതാണ്. അവിടെ പാറ്റൻഷിപ്പിലൂടെയൊക്കെ പല പ്രൊഡക്റ്റുകളെയും പാറ്റൻ ചെയ്ത് അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കോടികളുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു. അതിലൊരു റിസർച്ച് പോലും നടക്കുന്നില്ല. ആന്ത്രപ്പോളജിസ്റ്റുകൾ, മെഡിസിനൽ വിദഗ്ധർ, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊരു നല്ല ആശയമാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ആശയം നടപ്പാക്കാൻ അദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. വെറുതെ കയ്യടി നേടാൻ വേണ്ടി എന്തോ എഴുതി. അദ്ദേഹത്തിന് അറിയാം ഇത്രയും വലിയ അലോക്കേഷൻ കൊടുത്ത് എവിടുന്ന് ഫണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത് സ്ലോ രീതിയിൽ പ്രൈവറ്റിനെ ഇതിലോട്ട് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്ന് അങ്ങനെയല്ലേ ഇന്ത്യ ഗവൺമെൻറ് നോക്കുന്നത്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ്റെ കാര്യമല്ലേ അവർ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഗവൺമെൻറ്റിന് ഇത് മുഴുവൻ അലോക്കേറ്റ് ചെയ്യാൻ എവിടെയാണ് പൈസ? അടിയന്തരമായി വരുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടി കഴിയുമല്ലോ. അവർക്ക് എന്തുകൊണ്ടാണ് അവരെ ഹാപ്പി ആക്കാൻ ഗവൺമെൻറ്റിന് പ്രയാസം വരുന്നത്? നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതായതുകൊണ്ടല്ലേ. അദ്ദേഹം പറഞ്ഞ ഒരു വലിയ കാര്യമാണ് ഇന്ന് സാമ്പത്തിക വിദഗ്ധർ മുഴുവൻ പറഞ്ഞു. ഞാനിത് രാഷ്ട്രീയമായിട്ട് പറയുന്നതേ അല്ല. നികുതിയിലെ കളക്ട് ചെയ്യുന്നതിലെ ലീക്കേജ് വളരെ ഹൈ ആണ് ശ്രീ ഗോപികൃഷ്ണൻ. അങ്ങ് മനസ്സിലാക്കണം. ഇവിടെ സ്വർണം വിൽക്കുന്നവർ എത്ര പേര് കൃത്യം ബില്ല് കൊടുക്കുന്നുണ്ട്? നിങ്ങൾ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ അവർ കഷ്ണം കടലാസ് സർക്കാരുകൾക്കല്ലേ ആണ്. സർക്കാരുകൾക്ക് തന്നെ നല്ല ഉത്തരവാദിത്വം, കർശനമായിട്ടും നികുതി പിരിക്കണം. ഈവൺ ഇന്റർ ഗവൺമെൻറ്റിൽ എത്ര കാര്യങ്ങൾ ഇതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എത്ര ലാൻഡ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. PSUകളെ മുഴുവൻ നിർജ്ജീവാക്കണമെന്നൊന്നുമില്ല. അതിൽ ലോസ് മേക്കിങ്ങിനെ ഒന്നെങ്കിൽ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്കോ അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് മെഷേഴ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങോ ജോയിൻറ്റ് വെഞ്ചറോ അങ്ങനെ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. അതിന് ഗവൺമെൻറ്റിന് ഒരുപാട് ലാൻഡ് ബാങ്ക് വെറുതെ കിടക്കുന്നില്ല ഇവിടെ. അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ നോക്കണ്ടേ? ഇത് കാട് പിടിച്ച് കിടക്കുകയല്ലേ. അതാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ സ്വന്തം പോക്കറ്റിൽ എന്തിടാം എന്നുള്ളതിനല്ലല്ലോ അദ്ദേഹം. രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ താങ്കൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രീ രാജു പി നായരോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ശ്രീ രാജു പി നായർ, 2-3 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. അതിലൊന്ന്,
ഇത് സ്വകാര്യ കുത്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നയത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ വി ഡി സതീശൻ്റെ ബജറ്റിലെ നയപ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്. അതിനൊരു കാരണമായി പറഞ്ഞത്, ഒന്ന് ഭൂപരിഷ്കരണം, 2.0 എന്ന് പറയുന്നത്, അതായത് ലാൻഡ് മാനേജ്മെൻറ്റ് നയം. ഇത് സ്വകാര്യ കുത്തകൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു നയമാണ്. ഇത് കേരളത്തിന് ദോഷം ചെയ്യും, ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കപ്പെടുകയാണ് എന്നതാണ് ഒരു വിമർശനം. 2, ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. അവിടെ സ്വകാര്യവൽക്കരണത്തിന് അനുവാദം നൽകുന്നതോടുകൂടി കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗം കൂടുതൽ അപകടാവസ്ഥയിലാകുന്നു. ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള വൻകിടക്കാർ ഇവിടുത്തെ ആശുപത്രികൾ ഒന്നാകെ നിയന്ത്രിക്കുന്ന സ്ഥിതി വരുന്നു. അത് രോഗികളെ സൃഷ്ടിക്കുക പോലും ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്നതാണ് രണ്ടാമത്തെ വിമർശനം. പിന്നെ മൂന്നാമത്, ഈ 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് മേൽ വന്നിരിക്കുന്ന ബാധ്യത എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. പക്ഷേ ഈ സ്വാഭാവികമായ ബാധ്യതകളെ പെരുപ്പിച്ച് കാണിക്കുകയും അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ നിലപാട് കൊണ്ട്, നയങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടം, കേരളത്തിൻ്റെ ധനനഷ്ടം, ഈ ബഡ്ജറ്റ് അതിനുള്ളൊരു പരിഹാരം കൃത്യമായി നിർദ്ദേശിക്കുന്നില്ല എന്ന വിമർശനവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാതലായ പരിഗണിക്കേണ്ട വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചതെന്ന അഭിപ്രായം ശ്രീ രാജു പി നായർക്കുണ്ടോ? ഗോപീഷൻ, ഈ ബജറ്റിനെ എങ്ങനെ കുറ്റപ്പെടുത്തും? ഈ ബജറ്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കണമെങ്കിൽ മറ്റു മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന ക്ലീഷേ ഡയലോഗ്സ് എന്നിപ്പം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ക്ലീഷേ ഡയലോഗ്സ് ആയിട്ടുള്ള സ്വകാര്യവൽക്കരണം, മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. കാരണം ഈ സർക്കാർ ഇപ്പോൾ ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്രോജക്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ പ്രതിപക്ഷം ആസൂത്രിതമായിട്ട് നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടത് കണ്ടാൽ മതി. വേറെ ഒന്നും അതിനെ കാണണ്ട. എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക? ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു 10 കോടിയാണ് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി വെച്ച് വ്യാപകമായിട്ടുള്ള പ്രചരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഗോപികൃഷ്ണൻ ഈ നിമിഷം ഇരുന്ന് പറയാൻ പറ്റുമോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും നടത്താൻ പോകുന്നത്? ആ ഇൻഷുറൻസ് കമ്പനി ഇതിനകത്തുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ പ്രീമിയം തീരുമാനിക്കുന്നത് ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അതിനനുസരിച്ച് എത്ര പ്രീമിയം വരും? അങ്ങേക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ ഡാറ്റ ഉൾപ്പെടെ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് എൻവയൺമെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ് ബിഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇത് നടപ്പാക്കാൻ. എങ്ങനെയാണ് CPM ഇന്നിരുന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് VPP മുസ്തഫ ഉൾപ്പെടെ ഒരു ഇൻഷുറൻസിന് 2.87 എവിടെ നിന്ന് കിട്ടി ഈ സംഖ്യ? ഞങ്ങളുടെ കയ്യിൽ ഈ സംഖ്യ ഇല്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ സംഖ്യ ഇല്ലല്ലോ. ഈ രാജ്യത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിലും ഈ സംഖ്യ ഇല്ലല്ലോ. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ സംഖ്യ? ഞാൻ എതിർക്കാൻ വേണ്ടിയും അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയും ചെയ്യുന്നവരാണ്. നമുക്കറിയാലോ, സ്ത്രീകളുടെ സൗജന്യ യാത്രയുണ്ടായി. സൗജന്യ യാത്രയുണ്ടായപ്പോഴത്തേക്ക് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ, വന്നു പറഞ്ഞത് 9 മണി മുതൽ 6 മണി വരെ, 6 മണി മുതൽ 6 മണി വരെ ആക്കണം. ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുകയോ എന്താണ് കാര്യമെന്നോ മനസ്സിലാക്കാതെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ജനപ്രിയമായിട്ടുള്ള നടപടികളുടെ ഗ്രേസ് കളയാതുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യം മാത്രമേ ഓർക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അമിതമായ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൻ്റെ ബജറ്റിൽ ഒരു രാഷ്ട്രീയവും ഇന്ന് കുത്തിക്കയറ്റിട്ടില്ല. ഞാൻ ബജറ്റ് മുഴുവൻ ഇരുന്ന് കേട്ട ആളാണ്. ഒരിടത്ത് പോലും പേനയൊന്നും മാറ്റിവെക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനും മാത്രം എന്താ പറയുക, പ്രോജക്റ്റും മെസ്സേജും ഉൾപ്പെടുന്ന ബജറ്റായിരുന്നു. ഒരു രാഷ്ട്രീയ ആരോപണവും അതിനകത്തുണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കണ്ടേ ടാക്സ്, എങ്ങനെ ടാക്സ് വർദ്ധിപ്പിക്കുക? ഈ ടാക്സ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും ബജറ്റിലില്ല. ബജറ്റിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നികുതി ഉയർത്തണം. നികുതി ഉയർത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, അതുകൊണ്ട് ബജറ്റിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നികുതി ഉണ്ടാക്കുക? ഇന്നലെ തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്, സ്വർണ്ണ വ്യാപാരത്തിൽ നിന്ന് 600 കോടി രൂപ മാത്രമാണ് വരുമാനം. ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ അത് എഴുതി വെക്കുമ്പോൾ? എൻ്റെ പരാജയമായിരുന്നു എന്ന് എഴുതി വെക്കണ്ടേ അതിനകത്ത്? ഇല്ലേ? ആ 10 വർഷം മുമ്പ് സ്വർണ്ണത്തിൽ 500 കോടിയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം. 10 വർഷത്തിനിപ്പുറം പറയുകയാണ് ഇത്രമാത്രം സ്വർണത്തിൻ്റെ വില വർദ്ധിപ്പിച്ചപ്പോൾ, ട്രാൻസാക്ഷൻ വർദ്ധിച്ചപ്പോൾ പറയുകയാണ് 600 കോടി രൂപ മാത്രമേ വരുമാനമുള്ളൂ. ഇത് പിടിക്കാൻ കഴിയാഞ്ഞത്, അല്ലെങ്കിൽ ആ റവന്യൂ ആവുന്നത് കൂട്ടാൻ കഴിയാഞ്ഞത് എൻ്റെ പരാജയമാണ് എന്നുകൂടി അതിനകത്ത് എഴുതി വെക്കണമായിരുന്നു. കേരളത്തിൽ ബാറുകളിൽ കോമ്പൗണ്ടിങ് ടാക്സ് ഉണ്ടോ? ഇല്ല. കോമ്പൗണ്ടിങ് ടാക്സ് ഇല്ലാണ്ടാണ് കേരളത്തിലെ ബാറുകളിലെ ബിസിനസ് മുഴുവൻ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 4 വർഷം GST റെജീമിലേക്ക് മാറിയതിനു ശേഷം വേ ബില്ലുകൾ മോണിറ്റർ ചെയ്യാൻ ഈ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഒരു സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. ഫ്രീ റണ്ണായിരുന്നു, ഇല്ലേ? ഈ ഇൻവോയ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം പോലും ഉണ്ടായില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടൽ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു.
കേന്ദ്രവിരുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുണ്ടാക്ക് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തു 4 വർഷം. അവിടെ മോണിറ്റർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി എന്താ പറഞ്ഞത്? IGSTയുടെ 50% ലഭിക്കാനുള്ളത് ഇവിടുത്തെ റിട്ടേൺ ഫോം പരിഷ്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു. 25,000 കോടി ഒരു വർഷം 5,000 കോടി വെച്ച് ഈ പൈസ കിട്ടിയതെങ്കിൽ ഈ നഷ്ടം ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ലാത്ത സമ്പുഷ്ടമായ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ ആ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള പൈസ കൊടുക്കണ്ടായിരുന്നോ? സ്കോളർഷിപ്പ് അല്ലെങ്കിൽ മറ്റേ സപ്ലൈകോക്കുള്ള പൈസ കൊടുക്കണ്ടായിരുന്നോ? അപ്പോൾ പരിപൂർണമായിട്ട് തകർത്തെറിഞ്ഞൊരു സംസ്ഥാനത്തെ വാക്മിടുക്കുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ചെലവ് കുറയ്ക്കും. ചെലവ് കുറച്ച് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയതാ. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന 3 വാഹനങ്ങൾ കൊണ്ടാണ്. 3 വാഹനങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് മെസ്സേജാ. കിഫ്ബി എന്ന് പറഞ്ഞൊരു വെള്ളാനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. 50 റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണ് 1.5 ലക്ഷം രൂപ ശമ്പളത്തിനിരിക്കുന്നത്. എന്ത് കാര്യത്തിനാ? അതൊക്കെ ഞങ്ങൾ പിരിച്ചുവിടാൻ പോകുമെന്ന് പറഞ്ഞല്ലോ. അത്തരത്തിൽ ദുർവ്യയം മുഴുവൻ ഒഴിവാക്കി ഈ നാട്ടിലുള്ള ടാക്സ് ലീക്ക് അല്ലെങ്കിൽ നമ്മുടെ ഖജനാവിലുള്ള ചോർച്ച അടയ്ക്കണം. നികുതി പിരിവ് കാര്യക്ഷമമാക്കി നടത്തിയാൽ നമുക്ക് ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ കഴിയും. സ്വർണത്തിൻ്റെ നികുതി നമ്മൾ കുറേ കൂടി കാര്യക്ഷമമാക്കി നടത്തിയാൽ, അതുപോലെ തന്നെ സെക്കൻഡ്സ് വരുന്നത് നമ്മൾ തടയാൻ കഴിഞ്ഞാൽ എത്രമാത്രം ഇത് നമുക്കുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ടാക്സ് പിരിവ് ഫലപ്രദമായി നടത്തുക എന്നുള്ളതും ഈ പറയുന്ന ടാക്സ് ഇൻ്റലിജൻസ് സംവിധാനം ഒരു സ്ഥലത്ത് കയറി റെയ്ഡ് ചെയ്തത് ഗോപികൃഷ്ണൻ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എവിടെന്നെങ്കിലും ഒരെണ്ണം കാണിക്കാമോ? ടാക്സ് ഇൻ്റലിജൻസ് സംവിധാനമുണ്ട് GST ഇൻ്റലിജൻസ് സംവിധാനം അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും GST ഇൻ്റലിജൻസ് റെയ്ഡ് നടത്തി ടാക്സ് ഇവേഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ മുന്നിലില്ല. എന്താ ടാക്സ് ഇവേഷൻ നടക്കാഞ്ഞിട്ടാണോ? ടാക്സ് ഇവേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ആ ടാക്സ് ഇവേഷൻ മുഴുവനും ചെയ്യും. ഇപ്പോൾ 2016 GST റെജീം വരുന്നതിന് മുമ്പുള്ള ടാക്സേഷൻ സംവിധാനത്തിൽ കുറേയധികം കുറ്റപത്ര കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിരിക്കുക. ഒരു 10,000 കോടിക്കടുത്ത് ആ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ നിലവിലുള്ള നമുക്ക് ഇന്ന് പുതിയ വെൽഫെയർ സ്കീമുകളിലേക്ക് പ്രഖ്യാപിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പണമില്ല, പക്ഷേ ആ പണം ഉണ്ടാക്കണം. ആ പണം ഈ ആദ്യത്തെ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ നികുതി ചോർച്ച മുഴുവൻ അടച്ച് ദുർവ്യയം ഒഴിവാക്കി ഒരു അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുറെ കൂടി ബെറ്റർ ആയിട്ട് പോകാം. ശരി രാജു പി നായർ, നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി ശ്രീ VPP-യിലേക്കും മറ്റു അതിഥികളിലേക്കും ഞാനൊന്ന് പോകും. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. വളരെ പെട്ടെന്ന് ഞാൻ ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്താം. ശ്രീ രാജു പി നായർ, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ശ്രീ VPP മുസ്തഫ, താങ്കൾക്ക് മറുപടി പറയാം. ഇവിടെ കാണേണ്ട ഒരു വിഷയം, LDF ഗവൺമെൻറ് തീർച്ചയായിട്ടും ആ LDFന് തെരഞ്ഞെടുപ്പിൽ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെടുത്ത എല്ലാ നടപടികളും മഹാമോശമായിരുന്നു എന്നൊന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിനെ ചുരുക്കിക്കെട്ടാൻ വേണ്ടി കഴിയില്ലല്ലോ. ഞങ്ങളുടെ തോൽവിക്ക് ധാരാളം ഘടകങ്ങളുണ്ട്. അത് കേവലം ഭരണവിരുദ്ധത മാത്രമൊന്നുമല്ല. ഭരണപരമായ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, ഞങ്ങളുടെ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. എന്നാൽ LDF ഗവൺമെൻറ് 10 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അംഗീകാരവുമുണ്ട്. ആ അംഗീകാരം ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 81 ലക്ഷം വോട്ട് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴും 37% ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഞങ്ങൾ പിന്തുണച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്ന് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ്. 2011-16 കാലത്തുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് പടിപടിയായി മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഇപ്പോൾ തനത് വരുമാനം നിങ്ങൾ നോക്കൂ, 1,05,00,000 എത്തി നടപ്പ് സാമ്പത്തിക വർഷം. കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിൽ അവസാനിച്ച സാമ്പത്തിക വർഷം 1,05,00,000 കേരളത്തിൻ്റെ തനത് വരുമാനം. എങ്ങനെയാണ് ഉണ്ടായത്? നികുതി പിരിക്കാതെ ഉണ്ടാകുമോ? നികുതിയേതര വരുമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഉണ്ടാകുമോ? നികുതിയേതര വരുമാനം 13,000 കോടിയേ ഉള്ളൂ. ബാക്കി എല്ലാം വന്നിരിക്കുന്നത് GST പിരിച്ചിട്ട് തന്നെയാണ്. GSTയുടെ ഇന്റലിജൻസ് റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൻ്റെ പേരിൽ വ്യാപാരികൾ പല സ്ഥലത്തും അന്നത്തെ ദിവസം ഹർത്താൽ പ്രഖ്യാപിക്കുന്നതും വ്യാപാരി സംഘടനകൾ പ്രതിഷേധിക്കുന്നതുമെല്ലാം എത്രയോ വാർത്തകൾ ഉണ്ടായിട്ടില്ലേ? അത് 24-ന്റെ ക്ലിപ്പ് ഒന്നും നോക്കണ്ട. ഒന്ന് രാജു, പിന്നെ ശ്രീ രാജു, താങ്കളുടെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ GSTയുടെ ഇന്റലിജൻസ് ബാങ്കും മറ്റും നടത്തുന്ന റെയ്ഡിൻ്റെ പേരിൽ വ്യാപാരി വ്യവസായി സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും.
അങ്ങനെയെല്ലാം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ തന്നെ 5 കൊല്ലം 2020 എത്തിയുമ്പോൾ 44,000 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ 5 വർഷം കൊണ്ട് 1,05,00,000 എത്തിയിരിക്കുന്നത്. ഇനി അത് മുകളിലോട്ടേ പോകുള്ളൂ ശരിയായ നിലയിൽ നോക്കിയാൽ. നിങ്ങളുടെ ഭരണ സംവിധാനം അത് പുറകിലോട്ട് കൊണ്ടുപോകാതിരുന്നാൽ മതി. അതുകൊണ്ട് നല്ല നിലയിൽ തന്നെയുള്ള ആ മാനേജ്മെന്റാണ് കേരളത്തെ വലിയ നിലയിൽ തകർച്ചയിൽ നിന്ന് നല്ല നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ എന്താ സ്ഥിതി? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ബജറ്റ് പ്രസംഗവും കഴിഞ്ഞ ദിവസത്തെ ധവളപത്രവും എന്തുകൊണ്ടാണ് ഒരു പൊതു സ്വീകാര്യത കിട്ടാതെ പോയത്? അതിനൊരു പൊതു സ്വീകാര്യത കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പിന്തുണ പോലെ നിങ്ങൾ അവതരിപ്പിച്ച ധവളപത്രത്തിനും നിങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ബജറ്റിനും ഒരു പൊതു അംഗീകാരം ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായ പഠനം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ച വാഗ്ദാനം മാത്രമാണ്. അത് രാജുവിന്റെ അവതരണത്തിൽ തന്നെ മനസ്സിലായില്ലേ? ഇപ്പോ KSRTCയുടെ സൗജന്യം എന്താ നിങ്ങൾ പ്രഖ്യാപിച്ചത്? മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യം. പക്ഷെ അത് എത്ര ബാധ്യത വരും, എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? നിങ്ങൾ മുൻകൂട്ടി പഠിച്ചില്ല. നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് പഠിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ അസംതൃപ്തികളാണല്ലോ നിങ്ങളുടെ തന്നെ നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രസ്താവനകളിൽ ഉണ്ടായത്. ഒടുവിൽ നിങ്ങൾ തൽക്കാലം ഓർഡിനറി ബസ്സുകളിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയല്ലേ ചെയ്തത്. ഇത് ശരിയായാൽ ഞങ്ങൾ മറ്റു ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു മുൻകൂട്ടിയുള്ള ഒരു പഠനമില്ലാതെ ചുമ്മാ ഒരു വാഗ്ദാനം വെച്ചു. അത് തന്നെയല്ലേ ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യവും. നിങ്ങൾ വെറുതെ ഒരു സംഗതി എവിടെന്നോ ഒന്ന് കെട്ടിപ്പൊക്കി ഉണ്ടാക്കി പെട്ടെന്ന് ആളുകളെ വഞ്ചിക്കണം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമൊക്കെ നടപ്പിലാക്കാനുള്ളതാണ് എന്ന നിലപാടുള്ള ആളുകളല്ലല്ലോ. മുസ്തഫ, ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതാണ്. അതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ അവർ തീരുമാനമെടുക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു. ശരിയാണ്, അവർ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് വനിതകൾക്ക് സൗജന്യ യാത്ര. ഏതായാലും അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് മുഴുവൻ കുടുംബങ്ങൾക്കും, അതൊരു ചെറിയ കാര്യമാണോ? അത് നടപ്പാക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തുമെന്ന് അവർ പറയുന്നു. അപ്പോൾ വാഗ്ദാനങ്ങൾ നൽകുകയും സർക്കാർ അധികാരത്തിൽ വന്ന് 1 മാസം പിന്നിടുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യ സൂചനകൾ അവർ പ്രകടമാക്കുകയും ചെയ്തു. ഇങ്ങനെയല്ലേ അവർ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കേണ്ടത്? അതിനെ നമ്മൾ കണ്ണടച്ച് വിമർശിക്കേണ്ടതുണ്ടോ ഈ ബജറ്റിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും? അതുണ്ടല്ലോ, കണ്ടടച്ച് വിമർശിക്കുകയല്ല. അത് ഞങ്ങളെ കുറിച്ച് പറയുന്ന ഏതായാലും ആക്ഷേപം ശരിയല്ല. താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷം വസ്തുനിഷ്ഠമായിട്ടേ വിമർശിക്കുന്നുള്ളൂ. നമ്മൾ പറയുന്ന കാര്യം എന്താ? നിങ്ങൾ നോക്ക്, രാജു നിങ്ങളോടും എന്നോടുമാണ് ചോദിക്കുന്നത് ഏത് ഇൻഷുറൻസ് കമ്പനി എത്ര പൈസ പറയുമെന്ന് നിങ്ങൾക്കറിയോ എന്ന്. അത് നിങ്ങളല്ലേ രാജു, നിങ്ങളല്ലേ വാഗ്ദാനം നൽകുന്നത്. അപ്പൊ നിങ്ങളല്ലേ അതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു പഠനം നടത്തേണ്ടത്. ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വേണ്ടിവരും, എന്തായിരിക്കും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുണ്ടാകാവുന്ന പ്രതികരണം, അതിനെക്കുറിച്ച് നിങ്ങളല്ലേ വാഗ്ദാനം നൽകിയിരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ യാതൊരു പൂർവ്വ പഠനവും നടത്താതെയാണ് നിങ്ങൾ ഇത്തരം ടെൻഡർ വിളിക്കണ്ട, പഠിക്കുന്ന നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ രാജു, ഇന്ന് നിങ്ങൾ പ്ലാനിംഗ് ബോർഡ് ഇനി ഉണ്ടാവില്ല. പ്ലാനിംഗ് ബോർഡിന്റെ സ്ഥാനത്ത് ഇനി ഒരു തിങ്ക് ടാങ്ക് ആണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ തിങ്ക് ടാങ്കിനെ വെച്ചിട്ട് നിങ്ങൾ നൽകുന്ന വാഗ്ദാനത്തെ കുറിച്ച് നിങ്ങൾ ആദ്യം സ്റ്റഡി നടത്തണ്ടേ? ആ സംവിധാനം ഇല്ലാതെ ഏതിനെ കുറിച്ചാ? പ്ലാനിംഗ് ബോർഡ് മാറ്റി തിങ്ക് ടാങ്ക് ആക്കുമെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, ഇന്നത്തെ പ്രസംഗം ആസൂത്രണ ബോർഡിനെ ഇത്തരം ആലോചനകൾക്കൊക്കെ സാധ്യമാകുന്ന തരത്തിലേക്ക് പരുവപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗം. അത് നിങ്ങൾ കാണേണ്ടത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടുമ്പോൾ സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു ഈ രാജ്യത്ത് സ്ഥാപിച്ച പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടുമ്പോൾ 2014 നരേന്ദ്രമോദി പറഞ്ഞത് എന്താ? നിതി ആയോഗ് രൂപീകരിക്കുമ്പോൾ ഇതേ വാക്കാ ഉപയോഗിച്ചത്. ഞങ്ങള് പ്ലാനിംഗ് കമ്മീഷനൊക്കെ പിരിച്ചുവിടുകയാണ്, ഇനി ഒരു തിങ്ക് ടാങ്ക് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് നിതി ആയോഗ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സതീശൻ അധികാരമേറ്റ ശേഷമുള്ള BJPയുമായിട്ട് കേന്ദ്ര സർക്കാരിന് കീഴ്പ്പെടുന്ന ദാസ്യ നയങ്ങളെ കുറിച്ച് വിമർശിക്കേണ്ടി വരുന്നത്. അതവിടെ നിൽക്കട്ടെ. മിഷൻ സമുദ്ര ഇവിടെ പറഞ്ഞു. എന്താ മിഷൻ സമുദ്രയിലൂടെ സംഭവിക്കാൻ വരുന്നത് പോകുന്നത്? അല്ല, ഒറ്റ മിനിറ്റ്. മിഷൻ സമുദ്രയിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയില്ലേ? അതിന്റെ മുന്നോട്ട് പോക്കല്ലേ വേണ്ടത്? അത് LDFന്റെ അവസാന ബജറ്റിലും പറഞ്ഞിട്ടുള്ളതല്ലേ? അതിന്റെ ഭാഗമായിട്ടുള്ള റിംഗ് റോഡ് പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളതല്ലേ?
കൊല്ലത്തേക്ക് കൂടി അതിന്റെ ഗുണം കിട്ടുന്ന വിധത്തിൽ വികസിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതെല്ലാം എങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? സംസ്ഥാന സർക്കാരിന് കൂടി വലിയ ലാഭവിഹിതം വരാവുന്ന വിധത്തിൽ, അത് അദാനിയാണ് ഇപ്പൊ നടത്തുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു സങ്കല്പം. എന്നാൽ ഇവിടെ പറയുന്ന മിഷൻ സമുദ്രയിൽ അങ്ങനെ ഒന്നുണ്ടോ? നമ്മുടെ റയർ എർത്തുകൾ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ അതിന്റെ കാര്യവും ബാലഗോപാലിന്റെ അവസാന ബജറ്റിലുണ്ട്. അതെങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? KMML ഉൾപ്പെടെയുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഉപയോഗപ്പെടുത്തും. നേരെ ഖജനാവിലേക്ക് വരുമാനം വരും, സംസ്ഥാന ട്രഷറിയിലേക്ക്. എന്നാൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? അവിടെയാണ് കേന്ദ്ര സർക്കാർ അവരുടെ നിർമ്മല സീതാരാമന്റെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ റയർ എർത്ത് കോറിഡോറിന്റെ സങ്കല്പത്തിൽ സ്വകാര്യ മൂലധന നിക്ഷേപം, കരിമണൽ ഖനനമൊക്കെ നേരത്തെ പ്രൈവറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ തീരദേശ ജനതയുടെ സമരം നമ്മുടെ ഓർമ്മയിലുണ്ടാകും. താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര നയത്തിനോട് ദാസ്യപ്പെട്ടിരിക്കുന്നു, അടിമപ്പെട്ടിരിക്കുന്നു ഈ സർക്കാർ എന്നാണല്ലോ താങ്കളുടെ വിമർശനം. ഞാനൊരു ഇടവേള എടുക്കട്ടെ VPP, വളരെ അത്യാവശ്യമാണ്. ഞാനൊരു ഇടവേള എടുക്കട്ടെ, സമയം വളരെ പരിമിതമാണ്. ശരി പറയൂ VPP, പറയൂ, പൂർത്തിയാക്കൂ. അത് ഇവിടെ അതെ ഇപ്പോ കഴിഞ്ഞ LDF ഗവൺമെന്റിനുള്ള ഹോട്ടി വൈനിന്റെ കാര്യം. ആ ഹോട്ടി വൈനിന് പകരം ഇന്നിപ്പോ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യം എന്നാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി നേരത്തെ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് വലിയ കമ്പനികൾ കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ എക്സൈസ് ചട്ടം അനുവദിക്കാത്തതിനാൽ നിരാകരിക്കുകയും ചെയ്തത്. എന്നാൽ ഇന്നിപ്പോ നികുതി ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് 10% താഴെ ആൽക്കഹോൾ വീര്യമുള്ളതിന് 120%, 10% മുകളിൽ 20% വരെയുള്ളതിന് 175% പ്രഖ്യാപിച്ചുകൊണ്ട് സ്വകാര്യ വൻകിട മദ്യമുതലാളിമാർക്ക് കേരളത്തിൽ കൊണ്ടുവരാനും, എന്നാൽ കേരളത്തിലെ കൃഷിക്കാർക്കും അതുപോലെ തന്നെ ഈ ചെറുകിട കർഷകർക്കുമെല്ലാം വലിയ സംരക്ഷണമാകുമായിരുന്ന ഹോട്ടി വൈൻ പദ്ധതിയെ തകർക്കുകയും ചെയ്യുന്നതിലൂടെ നേരത്തെ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നഗ്നമായ അഴിമതി തന്നെ കാണാവുന്ന വിധത്തിലാണ് ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ഇടവേള എടുക്കുകയാണ് VPP, ഒരു ഇടവേള എടുക്കുന്നു. ഞാൻ ശ്രീ പത്മനാഭനിലേക്ക് ശ്രമിക്കുന്നത് വലിയ നിലയിലുള്ള അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കിഫ്ബിയെ എന്തായാലും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ, അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ബജറ്റിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? കിഫ്ബിയുടെ ചിറകരിയാനുള്ള തീരുമാനം എന്നാണ് ഇടതുമുന്നണിക്ക് ഇതിനോടുള്ള വിമർശനം. അല്ല, ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്ത് ജനങ്ങളോട് നികുതി രൂപത്തിൽ അല്ലെ സെസ് രൂപത്തിൽ നിങ്ങൾ പിരിച്ചാൽ അത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റിന് വിധേയമായിരിക്കണം. അങ്ങനെ ഓഡിറ്റിന് വിധേയമാക്കാത്ത ഒരു സംവിധാനവും ഈ രാജ്യത്തിന് ആരോഗ്യകരമല്ല, സാമ്പത്തിക രംഗത്ത് ആരോഗ്യകരമല്ല. അത് തൽക്കാലത്തൊക്കെ ഗുണം ചെയ്യുമെങ്കിലും ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് അതൊരിക്കലും അംഗീകരിക്കാം. ഈ ഓഡിറ്റ് ചെയ്യൂല, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കാണിക്കൂല എന്ന് പറയുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കാര്യം എനിക്ക് കോൺഗ്രസിനോട് UDFനോട് പറയാനുള്ളത്, നിങ്ങളുടെ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം വരുമാനം കണ്ടെത്തും എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. TV ചാനൽ ചർച്ചയിൽ ഇന്ന് രാവിലെ മുതൽ പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ കണ്ടെത്തുമെന്ന് ബഡ്ജറ്റിലില്ല. ബഡ്ജറ്റ് 2 പാർട്ടല്ലേ, ചെലവും വരവും. ഈ വരവിൽ ഈ പറഞ്ഞ ചെലവുകൾ നിങ്ങളിപ്പോൾ ചെലവിനേക്ക് ഒന്നും നീക്കി വെച്ചിട്ടില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, നിങ്ങൾ അതിൻ്റെ ചെലവ് ആലോചിച്ച് നോക്കുക, എത്രയായിരിക്കും? അത് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, ഇന്നത്തെ വരുമാനം വെച്ചത് കൊടുക്കാൻ പറ്റൂല. നിങ്ങളുടെ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളും അൺറിയലിസ്റ്റിക് ആയിരുന്നു, യാഥാർത്ഥ്യബോധമില്ലാത്തതായിരുന്നു നിങ്ങളുടെ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളും. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വലിയൊരു ബാഗേജ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര കോടി രൂപയുടെ, എത്ര ആയിരം കോടി രൂപയുടെ വാഗ്ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എവിടുന്നാണ് നിങ്ങൾ കണ്ടെത്തുക? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം കണ്ടെത്താനുള്ള നിർദ്ദേശം ബഡ്ജറ്റിൽ ഉണ്ടാവണം. അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഇതാണ് പ്രശ്നം. ദർ ഈസ് നോ പ്രപ്പോസൽ ഫോർ ഇൻക്രീസിങ് ദ ഇൻകം. എങ്ങനെയും ഉള്ള ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള പ്രപ്പോസൽസ് ഒന്നും ഇല്ലാത്തൊരു ബഡ്ജറ്റാണ്. ഇതാണ് ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ശരി, ഏതായാലും സുതാര്യമെന്നും സത്യസന്ധമെന്നുമുള്ള വിലയിരുത്തലുകൾ ഈ ബജറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോഴും പ്രഖ്യാപിക്കപ്പെട്ട വലിയ പദ്ധതികൾക്ക് പണം എവിടെ നിന്ന് വരും എന്ന സാമാന്യ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ സർക്കാരിന് കഴിയുമോ? കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.